ആ പാത്രം കൊണ്ട് മാറ്റി വെച്ചേ. ആ അല്ല, ഇവിടെ വന്ന് നിൽക്കുക. നല്ല പാർട്ടിയാ. വാ മുകളോട്ട് പോവാം. അവിടെ നമ്മുടെ മുറി. എന്തേ? വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നത്. അതുകൊണ്ടെന്താ? അല്ല, അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ, നടൻ. മഹാകവിയോ? ആ, അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിജീവി കളിച്ചു, ഒരു കവിതയും കാച്ചി. അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിനൊരു പാട്ട് എഴുതി കൊടുക്കാൻ. എന്നോട് നീ ഇവിടെ ഒന്ന് നിൽക്കണോ? അപ്പുറത്തോട്ട് ചെല്ലേ, അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ, ഇവര് പുറപ്പെടുക അത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങളില്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കില്ല. ജഡ്ജി ശിവദാസ മേനോന്റെ മോള് മാലതിയുടെ ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ. വാ വരട്ടെ വരട്ടെ. എഴുതിയോ? വല്ലേക്കാടൻ കുട്ടപ്പൻ 1 2 3 30 രൂപ. മാട്ടാത്തൊടി രാജൻ 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി 25 രൂപ. കുന്നുംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനോട് ഗോവു മാത്രമേ പോയുള്ളൂ. ഇത് കുന്നുംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്. കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ? നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. ഓണം കൊണ്ട് കാര്യമാറായി. എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങിട്ടാ ഉണ്ണി. പ്രേമാ നീ പോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവനും കണക്കറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുത്. വേണ്ട, ഞാൻ എഴുതാം. നീ വരുന്ന് പഠിക്കടാ. വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മുടെ പഠിക്കാൻ ഒന്നുമില്ലേ? സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലയിൽ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ, ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം. എന്നാ പറയട്ടെ? തീർച്ചയായും. നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക്? സിനിമയ്ക്കോ? ഇന്നെന്താ ആഴ്ച? ഞായറാഴ്ച. എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ? ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കൊന്നുമില്ലല്ലോ. അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമകള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പോയിക്കോ, വേണമെങ്കിൽ അമ്മയും വരാം. എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം. നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യും. ചെല്ലേ. ജ്ഞാനത്തിൽ ആയവർ തൻ ഗുണത്തിൽ മറഞ്ഞ ഈ ശക്തിയെ അങ്ങ് കണ്ടാൽ
നാളെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ സിനിമയ്ക്ക് പോവാം കേട്ടോ. വേണ്ട, ഞാനില്ല. അമ്മയും മോനും കൂടെ പോയി കണ്ടാ മതി. അയ്യേ, എന്താ ഇത്? അമ്മ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ. അത് എനിക്കൂടെ തോന്നണ്ടേ? കോംപ്ലക്സാ. മരുമോൾ വന്നപ്പോ മോന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള പേടി. ദേ പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ട. തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് നടന്നാ മതി. നീ ഇത് മുഴുവനും ഇന്ന് അലക്കാൻ പോവാ? കുറച്ചവിടെ ഇട്ടേക്ക്, ഞാൻ അലക്കിക്കോളാം. വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷട്ടിങ് തന്നെ. ഓ ഇത് മുഷിഞ്ഞില്ല മോളെ. ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേലും സാരമില്ല. എന്റെ ഷർട്ട് മുണ്ടും എടുത്തോട്ടെ. ആ കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഓ, ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ അവൻ എന്നോട് പറയാന്നേ, അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടംന്ന്. അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിങ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ. പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുസ്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആകാൻ നോക്ക്. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ. വല്ല സിനിമയ്ക്കോ മറ്റോ. അതൊന്നും വേണ്ട. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ എന്തേ? കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല. നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ. എനിക്ക് ചീത്ത പടം കണ്ടാ മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട. കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി. അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയുമോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ആ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊന്നല്ലല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും. അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട. ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റ്നി. ഒരു ചായ ഇട്ടുകൊണ്ടുവാ. ചെല്ലാൻ. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തതുകൊണ്ട് പ്രേമൻ ഇവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി. നമുക്ക് പോയിക്കളെ. ആ ഇന്ന് വേണ്ടെന്ന് പറയുന്നേ. അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘടഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്. ഇങ്ങോട്ട് വന്നേ. പറഞ്ഞോ. ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ. നമ്മുടെ ഏതാശ? ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം. ആ, നിന്നോട് പറഞ്ഞോ? 2-3 ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട ഭരണിയുടെ കെട്ട് പൊട്ടിച്ചിരിക്കുന്നു. നവംബറില അല്ല, സുഖപ്രസവമാണെ കുഴപ്പമില്ലായിരുന്നു. വല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങനെ ഉണ്ടായെങ്കിലും ഒന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു. എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം. എന്നാണോ ഞാൻ പറഞ്ഞത്? എടി, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ? പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ? സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്. ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി.
എന്നാ താമസിക്കണ്ടെന്ന് പറയൂ ഗീതോട്. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. മാത്രമല്ല ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല. പ്രസവത്തിനാണെങ്കിലും അവളോട് ഇന്ന് പോകാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല ദൂരവും കൂടുതലല്ലേ. ഇന്നത്തെ കാലത്ത് ദൂരെ ഒരു പ്രശ്നമാണോ ഹേ? നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്. അതല്ല ഞാൻ ആലോചിക്കുന്നേ. പ്രസവം ഇവിടെ ആക്കിയാലെന്താ? അവിടെ ഗീതയുടെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇവിടെ ആകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്. എന്ന് വെച്ച് നാട്ടുനടപ്പ് നടത്തണ്ടാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനും ഉണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. അയ്യോ അതല്ല പറഞ്ഞത്. അത് തന്നെയാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നേ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ അയ്യോ. ഞാൻ വരുന്നേ. അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനെ അല്ലെങ്കിലേ ചൂടനാ. ഇനി ഇതുകൂടെ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല ഇതിനൊക്കെ ഇപ്പൊ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് റെഡിയാവോ, ഞാൻ പോയി വണ്ടി വിളിച്ചിട്ട് വരാം. അമ്മ അധികം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്തിയാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം. ദേഹം അനങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറയും. മോൾ അതൊന്നും കേൾക്കണ്ട. ശരി. ഇന്ദു, പ്രേമനോട് വഴക്കിടരുത്. അവനെ ആള് പാവാ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ആ ഗോപു, ഇത്തവണ പരീക്ഷാഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം. അല്ലെങ്കിലും എന്റെ പരീക്ഷ ഫലം അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളതല്ലേ? അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുവിന് പറ്റും. പറ്റും. അച്ഛാ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിൽ രാസനാഥപ്പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലയിൽ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ. മോള് സമയമാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന തോന്നുമ്പോൾ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ അച്ഛനൊന്നും പേടിക്കാതിരുന്നേ. ഇത് കണ്ടോ അമ്മേ, അച്ഛനെ പേടി മുഴുവൻ. അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ, അപ്പൊ അതിന്റെ ഒരു അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കേലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം. അതൊക്കെ അമ്മ നോക്കിക്കോളാം. വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങാ. ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോനെ? ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കോളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാവുമ്പോൾ 10 രൂപ നിൽക്കും. ബാബാ, 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു. തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. സൂട്ടിച്ചായ കയറ, സാരി കുത്തി കയറരുത്. അപ്പൊ പൈസയുടെ കാര്യം ആള് കയറട്ടോ. ഒരു ഓട്ടോ കൂടെ വേണ്ടി വരുമോ? എന്തിന്? ഇനിയും കയറില്ല, 7 എണ്ണം വേണമെങ്കിൽ. അമ്മേ ഭഗവതി. അച്ഛാ, നാളെ ഞാൻ വരും. രമേ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതല്ലേ. കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് വെക്കണം. ഇത്ര നാളെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. എനിക്കിവിടെ ഉറക്കൊന്ന് ചിരിക്കാൻ പാടില്ല, പുറത്താരോട് മിണ്ടാൻ പാടില്ല. ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോ പറയാ അറിയാൻ വയ്യാത്തവരാവൊന്നും തുടണ്ടാന്ന്. എന്താ ഞാനിതൊന്നും കണ്ടിട്ടില്ലേ? അമ്മയുടെ സ്വഭാവം അതാണെന്ന് വെച്ച് അതങ്ങ് സഹിക്കുക. വേണ്ട, ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നൊന്നുമല്ലല്ലോ. എനിക്കും വീട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് എന്നെ വളർത്തി ഇതുവരെ ആക്കിയത്. നീ വന്നെന്ന് കരുതി അമ്മയെ പിടിച്ച് പുറത്താക്കാനൊന്നും എനിക്ക് പറ്റില്ല. വേണ്ട, ഞാൻ പുറത്തു പോയേക്കാം. അതാണല്ലോ ആവശ്യം. ഇവിടെ കാലുകുത്തി അന്ന് മുതൽ കേട്ട് തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പോര് ഞാൻ കണ്ടിട്ടില്ല. രമേ, കൂടുതൽ സംസാരിക്കണ്ട. ഇന്നലെ കയറി വന്ന നീ ഇവിടെ ഭരിക്കാന്ന് വിചാരിക്കണ്ട. ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് വലുതാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ. രാജാവ് പറഞ്ഞു, ധർമ്മിഷ്ഠൻ മുനിരാജാവിനാൽ ശപിക്കപ്പെട്ടതെന്തിന്? നടുവകത്തെ അയലിന്മേൽ വെള്ളത്തുണി ഞാത്തിയിടും. പഞ്ഞി കൊണ്ട് മീശയും താടിയും വെക്കും. നിഴൽ നാടകം. അമ്മയാണ് എന്നും കാഴ്ചക്കാരി. എനിക്കന്ന് 5 വയസ്സാ. ഇത്രയും കൂടി വലുതായപ്പോൾ കാലൂന്ത് വയലിലെ വെള്ളരിപ്പന്തലിലേക്ക് അരങ്ങ് മാറ്റി. വിഷമമാണ്. ഒരു സുപ്രഭാതത്തിൽ അഭിനയത്തോട് വിട പറയണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സാധിക്കില്ല. ഇത്രയും കാലം അഭിനയിച്ച ഏട്ടൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. നേട്ടോ അത് തന്നെ.
ഭാവിയെ പറ്റി ഒന്നും ആലോചിക്കേണ്ടെന്നാണോ? ഞാൻ മുരളിയേട്ടനോട് പറയാം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള സഹായം അല്ലേ? എനിക്ക് സൗകര്യമില്ല. ഒരു നാടക നടന്റെ ഭാര്യയായിട്ടാണ് നീ ഈ വീട്ടിലേക്ക് വന്നത്. കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇതൊക്കെ യുവതലമുറയുടെ പ്രശ്നങ്ങളാ, നമ്മൾ ഇടപെടണ്ട. അകത്ത് ഒരു ചായ എടുക്ക്, ചെല്ല്. എന്താ മോളെ ഒറ്റയ്ക്ക്? അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാനങ്ങോട്ട് വലിഞ്ഞേറി ചെന്നൊന്നല്ലോ. എന്നെ എന്റെ വീട്ടുകാരും കൊച്ചാക്കാനാ തള്ളയുടെ ഭാവം. അതിന് വേറെ ആളെ നോക്കണം. ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറയുന്നത് എനിക്കും ആളുണ്ട്, കയറി കിടക്കാൻ സ്ഥലമുണ്ടെന്ന്. അമ്മയ്ക്ക് മോനും വരച്ച വരയിൽ നിർത്താൻ എന്നെ പോലുള്ള പെമ്പിള്ളേരെ ഇന്നത്തെ കാലത്ത് കിട്ടില്ല. ആരും അന്വേഷിച്ചു വന്നാ പറഞ്ഞേക്ക്. ഇതെന്താ? ഇതും യുവതലമുറയുടെ പ്രശ്നമാ, നമ്മൾ ഇടപെടണ്ട. പറ്റോ? എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? പ്രേമനോടെ? എന്താ ഇവിടെ വഴക്കിട്ട് വന്നിരിക്കുകയാണോ? ആ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്ന് തോന്നി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേമനോട് പറഞ്ഞാ പോരെ? പ്രശ്നം തന്നെ പ്രേമേട്ടനാണെങ്കിലോ? അപ്പൊ പിന്നെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ട് എങ്ങോട്ട് പോന്ന്? അയ്യോ, അതിന് ഇങ്ങോട്ടാണോ പോരേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയേണ്ടത്, അവരെയാണ് അനുസരിക്കേണ്ടത്. അപ്പൊ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കടമയും തീർന്നോ? തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുരളി, അമ്മ ഒന്നും പറയണ്ട. ഇവൾക്ക് മാത്രമല്ല, പല പെൺകുട്ടികൾക്കുള്ള അസുഖമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി പിണങ്ങുക, ആ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കുക, എന്നിട്ട് പെട്ടിയും തൂക്കി നേരെയും പോരുക. സ്വന്തം വീടും ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമാണ്. അതിന് വളം വെച്ചു കൊടുത്താൽ പിന്നെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. എന്തു പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവും. എന്തൊക്കെ എന്നെ പറഞ്ഞ അമ്മയ്ക്കറിയോ? അതൊന്നും അമ്മ അറിയേണ്ട കാര്യമല്ല. പ്രേമനെ അവന്റെ കുടുംബത്തിനെ ഞങ്ങൾ അറിയാത്തൊന്നും അല്ലല്ലോ. വെറുതെ ചീപ്പ് സെന്റിമെന്റ്സ് കളിച്ച് സമയം കളയാതെ എന്റെ മോള് പോവാൻ നോക്ക്. ചേട്ടൻ ഇത്രയ്ക്ക് സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. നേരം കളയാച്ചല്ലേ. ഏതായാലും വന്ന നിലയ്ക്ക് മോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അമ്മ അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ. അവള് പോയാലും ഇടയ്ക്ക് പ്രേമനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. വാ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കാം. വാ. അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടം വരെ വന്ന എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാം. മോളെ, പ്രേമനോ? ഞാൻ ഇവിടെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു ചോദിക്കോ. അമ്മേ, ഇത്രേ ഉള്ളു കാര്യം. ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ? കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. അവള് പാവാ. ശരി, അങ്ങനെ ആട്ടെ. അവൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടാവും. കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ലതാണ്.